ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഒന്ന് കറങ്ങാൻ പോവാം. അതായത് ഞങ്ങൾ നിൽക്കുന്നത് ബ്രെയിൻ ട്രീ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പോകുന്ന സ്ഥലത്തോട്ട് ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ പോകാൻ പോകുന്നത് സ്ട്രാറ്റ്ഫോർഡേക്കാണ്. സ്ട്രാറ്റ്ഫോർഡ് അറിയുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകും. അവിടെ ഒരു വലിയ മോളുണ്ട്, അതാണ് വെസ്റ്റ് ഫീൽഡ് അവന്യൂ. സോ നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ ഒരു ഹോൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ഷോപ്പിംഗ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് അവിടെ ഉണ്ടാകും. ഞങ്ങൾ മുമ്പ് സ്ട്രാറ്റ്ഫോർഡിലുള്ള സമയത്ത് നമ്മുടെ എപ്പോഴും പോണ ഒരു സ്ഥലമാണ് ഈ വെസ്റ്റ് ഫീൽഡ് അവന്യൂ. പ്രത്യേകിച്ചിട്ടൊന്നും വാങ്ങാനില്ലെങ്കിലും ചുമ്മാ ഒന്ന് കറങ്ങി അടിക്കുമ്പോൾ ഒരു രസമാണ്. അതുകൊണ്ട് നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ സ്ട്രാറ്റ്ഫോർഡ് പോകുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ അതാണ് മെയിൻ ഇൻറ്റൻഷൻ, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം. ഇന്ന് ട്രാഫിക് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ സംസാരിച്ചൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എത്തും. ഇവിടേക്കുള്ള മെയിൻ പ്രോബ്ലം പാർക്കിംഗ് ആണ്. അപ്പം പോയി നോക്കാം നമുക്ക് പാർക്കിംഗ് കിട്ടുമോ ഇല്ലയോ എന്താന്നൊക്കെ. ഫൈനലി നമ്മൾ സ്ട്രാറ്റ്ഫോർഡ് എത്തിയിരിക്കുന്നു. പറഞ്ഞത് പോലെ തന്നെ പാർക്കിംഗ് ആ ഒരു സൈഡിലില്ല. സോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. അവിടെ ഉണ്ടോ നമുക്ക് നോക്കാം. അവിടെ എന്തായാലും പാർക്കിംഗ് ഉണ്ടാവും. അങ്ങനെ കുറേ നോക്കി ഏറ്റവും മണ്ടയ്ക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് മാളിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറണം. ഇതാണ് ഞാൻ പറഞ്ഞ വെസ്റ്റ് ഫീൽഡ് അവന്യൂ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാത്ത ഷോപ്സും കാര്യങ്ങളും ബ്രാൻഡ്സും ഒന്നും തന്നെ ഇല്ല. ഇനി അങ്ങോട്ട് കണ്ണ് കണ്ടതൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം. എനിക്ക് ഇച്ചിരി ഷോപ്പിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ ഇനിയിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ട് പോവാം. ഇവിടെ കുറേ ഡോണറ്റ്സ് കാണാം. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ലേ? അങ്ങനെ തുടക്കം തന്നെ ഒരു ഡോണറ്റ് നാവാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരെണ്ണം വാങ്ങി. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ്, സാധാരണ ഞങ്ങൾ വൈകിട്ട് എല്ലാ സ്ഥലത്തും പോകാറ്. പക്ഷേ ഇത്തവണ ഇച്ചിരി നേരത്തെ പോയത് കൊണ്ട് തന്നെ എല്ലാ ഷോപ്സും ഓപ്പണായി വരുന്നതേ ഉള്ളൂ. കുറേ ഷോപ്സൊക്കെ ഇപ്പോൾ 12 മണിക്ക് മാത്രമേ ഓപ്പൺ ആകത്തുള്ളൂ. ഇവിടെ ഏത് സമയത്ത് വന്നാലും ഇവിടെ കംപ്ലീറ്റ് ആൾക്കാരെ കൊണ്ട് റഷായിരിക്കും. ഞാൻ കഴിഞ്ഞൊരു ദിവസം വീക്കെൻഡിൽ സൺഡേ പോയപ്പോൾ ഇവിടെ കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. എന്തെങ്കിലും ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കണ്ടോ ചോദിച്ചാൽ അതൊന്നുമില്ല. എന്നാലും കുറേ ഷോപ്സിൽ സെയിൽ നടക്കുന്നുണ്ട്. മേ ബി അതുകൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ പോലെ കുറേ ആൾക്കാർ ചുമ്മാ വരുന്നതാണോ എന്നറിയില്ല. എപ്പോൾ പോയാലും ഇവിടെ തിരക്കായിരിക്കും. ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡ്സും ഇവിടെ അവൈലബിളാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ, സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും സെയിലിനൊരു കുറവില്ല. കുറേ ഷോപ്സിൽ സെയിൽ നടക്കുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് ഒരു ഫിലിം വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ കുറേ മുമ്പ് ഒരു ഇൻസ്റ്റാമാക്സിൻ്റെ ഒരു ക്യാമറ വാങ്ങി വെച്ചു, പക്ഷെ ഫിലിം വാങ്ങിയില്ല. അങ്ങനെ അത് നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കുറേ പാത്രങ്ങൾ കണ്ടത്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. സോ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ഈ ഒരു സംഭവത്തിൻ്റെ ഒട്ടുക്കത്തെ റേറ്റ് ഏകദേശം ഒരു 250 അങ്ങനെ എന്തോ പൗണ്ടെങ്ങാണ്ട് വരുന്നുണ്ട്. നാട്ടിൽ ഏകദേശം ഒരു 25,000 റുപ്പീസോളം ഈ ഒരെണ്ണത്തിന് വരും. പക്ഷെ നല്ല ഹെവിയും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണത്.
എനിക്ക് കപ്സും അതുപോലെ നല്ല നല്ല ഗ്ലാസ്സൊക്കെ കാണുമ്പോഴേ എന്താണെന്നറിയില്ല, എൻ്റെ അടുത്ത് എന്തെങ്കിലും എനിക്ക് വീണ്ടും വീണ്ടും വാങ്ങാനുള്ളൊരു ടെൻഡൻസി വരുമെങ്കിലും ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നടന്നു പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അടുത്ത ഷോപ്പിലേക്ക് കയറി. ഇവിടെയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല സെയിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് എനിക്കൊന്നും ഇഷ്ടമായില്ല. സോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ്. ഫൈനലി H&M എനിക്ക് ഒരു ഡ്രസ്സ് കിട്ടി. അങ്ങനെ അതൊക്കെ വാങ്ങി ഇറങ്ങുകയാണ്. ഇനി എനിക്ക് മെയിനായിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ട്. ഞാനിവിടെ വന്നത് തന്നെ അതും ഒരു കാരണം കൂടെയാണ്. ഇവിടെ കയറി കഴിഞ്ഞാൽ ടൈം പോകുന്നത് അറിയത്തേയില്ല. അങ്ങനെ നടന്ന് വന്നപ്പോഴാണ് നമുക്ക് വിശക്കാൻ തുടങ്ങിയത്. സോ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇനി ഹെവി ആയിട്ട് കഴിക്കാൻ കിടക്കണേ ഉള്ളൂ. സോ നമ്മൾ ഗ്രെക്സ് കയറി ലൈറ്റായിട്ടൊരു ഫുഡ് കഴിച്ചു. അങ്ങനെ അത് കഴിച്ചിട്ട് ഇനി ഇതൊക്കെ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ആണ്. സോ എനിക്ക് വേണ്ടി മാത്രമായിട്ട് വെച്ചൊരു ഡേ ആണ്. ഇതാണ് ഫസ്റ്റ് നമ്മൾ പോയത് കെഞ്ചിയിലാണ്. കെഞ്ചിയിൽ ഇതുപോലത്തെ ഇഷ്ടംപോലെ ക്യൂട്ട് ഐറ്റംസ് കാണാൻ പറ്റും. എനിക്ക് മന്ത്ലി കോഫി മഗ് മാറ്റുന്ന ഒരു അസുഖമുണ്ട്. സോ ഒരു കാരണമില്ലാതെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും കുട്ടി ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ എന്തിനാണെന്നറിയില്ല, ഞാനൊരു കുഞ്ഞ് ടിഫിൻ ബോക്സ് എടുത്തു. സ്നാക്സ് കൊണ്ടുപോകണമെന്നാണ് വിചാരിച്ചത്, അങ്ങനെ എടുത്തതാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു കോഫി മഗ്ഗും എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ആക്ച്വലി ഞാൻ വരുന്നതിന് മുന്നേ എനിക്ക് എന്തൊക്കെയോ വാങ്ങണമെന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്താ വാങ്ങേണ്ടത് മനസ്സിലാവാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറേ നോക്കിയിട്ടാണെങ്കിലും ഞാൻ ആകെ 2 സാധനമേ വാങ്ങിയുള്ളൂ. എന്നാലും ഒക്കെ ഒന്ന് ചുമ്മാ കറങ്ങിയടിച്ച് കണ്ടു. ഈ 2 കുഞ്ഞു സാധനമായിട്ടോ ഞാൻ ഇവിടുന്ന് വാങ്ങിയത്. ആ കുഞ്ഞ് ടിഫിൻ ബോക്സിൻ്റെ സ്നാക്സ് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇനിയും കുഞ്ഞു 2 ബോക്സും കൂടി ഉണ്ട്. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് നേരെ പോണത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ്. അതായത് അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യങ്ങളും ലിഡിലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞ അടിപൊളി റെസ്റ്റോറൻ്റ് ഉള്ളത്. സോ ഇതാണ് 5 കോണ്ടിനെൻറ്റ്സ്. ഈ 5 കോണ്ടിനെൻറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ കുറേ സ്റ്റോൾസ് കാണാൻ പറ്റും. ഷവർമയുടേതുണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത സൂഷി, അങ്ങനെ കുറേ സ്റ്റോൾസ് ഉണ്ട് എല്ലാത്തിൻ്റെതും. ഇനി ഇതിൻ്റെ സൈഡിലോട്ടായിട്ട് നമ്മൾ മലയാളികളുടെ ഒരു കട ഇരിപ്പുണ്ട്. അതിൻ്റെ പേരാണ് അരോമ. ഇവിടെ ഞാൻ കുറേ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും പോയി കഴിക്കാനുള്ളൊരു ടേസ്റ്റും ആ ഒരു ഫീല് തരുന്ന ഒരു സ്പേസാണിത്. വളരെ കുഞ്ഞു സ്പേസിൽ അടിപൊളി ഫുഡും അത്രയും നല്ല ക്വാണ്ടിറ്റിയും അഫോർഡബിൾ റേറ്റ്സിനാണ് അവർ ഫുഡ് സെർവ് ചെയ്യണത്. കാരണം ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു 10 or 12 pounds അങ്ങാണ്ടേ വരണുള്ളൂ. ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഈ റേറ്റിൽ ഇവിടെ കിട്ടാനില്ല. ഞാൻ വേറൊരു ദിവസം ഞാൻ അതിന് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ മാത്രമായിട്ട് ഞങ്ങൾ അവിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡാണ്. നിങ്ങൾ സ്ട്രാറ്റ്ഫോർഡിലെ ആളുകളാണെങ്കിൽ മിക്ക ആളുകൾക്ക് അറിയാൻ പറ്റും. അതല്ലാത്ത ആളുകളുണ്ടെങ്കിൽ സ്ട്രാറ്റ്ഫോർഡ് പോകണമെങ്കിൽ മസ്റ്റ് വിസിറ്റാണ് ഈ ഒരു അരോമയിലേക്ക്. കാരണം നിങ്ങളത് മിസ് ചെയ്യരുത്.
അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ വയറ് ഫുള്ളായി. ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ പട്ടീനെ കണ്ടത്. ആ പട്ടിയുടെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ കുറച്ച് നേരം അതിനെ നോക്കി നിന്നു. അതെന്നെ നോക്കണ്ടായിരുന്നു. അത് എന്തിനാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ കുറേ പേര് ചെസ്സൊക്കെ കളിക്കാനുണ്ടായിരുന്നു. സോ അതൊക്കെ നോക്കി വന്നപ്പോൾ മോളിൻ്റെ ഉള്ളിലുള്ള ഏകദേശം ഷോപ്സൊക്കെ ക്ലോസ് ചെയ്തു. 6 o'clock ആകുമ്പോൾ തന്നെ ഒക്കെ ക്ലോസ് ചെയ്യും. TK Maxx ഉണ്ടായിരുന്നു. 6 മണിയാവാൻ പോണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം TK Maxxൽ കയറാമെന്ന് വിചാരിച്ചു. അവിടുത്തെ 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പക്ഷെ ഒട്ടും ടൈമില്ലായിരുന്നു. സാധനം എടുത്ത് ഇറങ്ങി ഓടി ബില്ല് ചെയ്യേണ്ട ആവശ്യമായിരുന്നു. കാരണം അവിടെ ക്ലോസിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ അവിടെ നിന്നൊക്കെ വാങ്ങി തിരിച്ച് നമ്മൾ വണ്ടിയിലോട്ടെത്തി. കുറേ സമയം നടന്നുകൊണ്ടാണെന്നറിയില്ല, കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി. അതിന് കൂടെ വയറും ഫുള്ളായതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഉറങ്ങാൻ ശരിയാകത്തില്ല. നമുക്കിനി 1 മണിക്കൂർ വീണ്ടും തിരിച്ച് വീട്ടിലോട്ടേക്ക് ട്രാവലുണ്ട്. മണ്ടയ്ക്ക് പാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇനി താഴോട്ടേക്ക് എത്തണം. സോ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ലോങ് ഡേ. ഫുൾ നമ്മളൊരു മോളിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്ത് തീർത്തു. അങ്ങനെ കാലും കൈയൊക്കെ വേദനിക്കുന്നു. നടന്ന് മതിയായി. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വാങ്ങി ഒരു ഹാപ്പി എൻഡിങ് ആയിരുന്നു. സോ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.